അടുത്തിടെ റഷ്യ പോളണ്ടിലേക്ക് 19-ലധികം ഡ്രോണുകളെ അയച്ചു. എന്നാൽ ഇങ്ങനെ അയച്ചതിന് ശേഷം പോളണ്ട് നാറ്റോ രാജ്യങ്ങളെ വിളിച്ച് നാറ്റോ ആർട്ടിക്കിൾ 4 ഇൻവോക്ക് ചെയ്തു. മാത്രമല്ല UNOയിൽ ഇതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. നോക്കുക, ഇതെല്ലാം അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. അതും നാറ്റോ എന്ന വളരെ പ്രധാനപ്പെട്ട സൈനിക സഖ്യത്തിന് എതിരായ റഷ്യയുടെ നടപടികളെ ഒരു ആക്രമണാത്മക നടപടിയായി തന്നെ കരുതണം. മാത്രവുമല്ല, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ റഷ്യ നാറ്റോയെ പരീക്ഷിക്കുകയാണ്. അതായത് ഈ ഡ്രോൺ സംഭവം മാത്രമല്ല, ഇതിനു മുൻപും ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം കണക്കിലെടുക്കുമ്പോൾ നാറ്റോയുടെ റെഡിനെസ്, എത്രത്തോളം വേഗത്തിൽ അവർ പ്രതികരിക്കുന്നു, ഇതെല്ലാം റഷ്യ ടെസ്റ്റ് ചെയ്യുകയാണ് എന്നൊരു കാര്യം പറഞ്ഞു. കൂടാതെ 40,000 സൈനികരെ കൊണ്ടുവന്ന് പോളണ്ടിലും മറ്റ് രാജ്യങ്ങൾക്ക്, അതായത് ഈസ്റ്റേൺ ബ്ലോക്കിലുള്ള മറ്റു രാജ്യങ്ങളുടെ അതിർത്തിയിലും നാറ്റോ നിർത്തിയിട്ടുണ്ട്. ഇവയെക്കുറിച്ചെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. നാറ്റോ വേഴ്സസ് റഷ്യ. നമ്മൾ നാറ്റോയെ കുറിച്ച് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ നാറ്റോ എന്ന ടോപ്പിക് എടുക്കുകയാണെങ്കിൽ തന്നെ തീർച്ചയായും അവിടെ ഓട്ടോമാറ്റിക്കായി റഷ്യ വരും. കാരണം സോവിയറ്റ് യൂണിയനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയും സോവിയറ്റ് യൂണിയന്റെ ഇൻഫ്ലുവൻസിൽ നിന്നും യൂറോപ്പിനെ സംരക്ഷിക്കണം എന്നതിനു വേണ്ടിയുമാണ് നാറ്റോ രൂപീകരിച്ചത്. എന്നാൽ സോവിയറ്റ് യൂണിയൻ തകർച്ചയ്ക്ക് ശേഷം ഈ നാറ്റോയുടെ തന്നെ ആവശ്യമില്ലായിരുന്നു. എന്നാൽ ഇനി റഷ്യയുടെ ആധിപത്യം അവിടെ പാടില്ല. എന്നായാലും യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ റഷ്യ എന്തായാലും ശ്രമിക്കും. അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനിൽ നിന്നും വേർപിരിഞ്ഞു പോയ രാജ്യങ്ങളുടെ നിയന്ത്രണം വീണ്ടെടുക്കാൻ റഷ്യ ശ്രമിക്കുമെന്നും പറഞ്ഞ് ഈ നാറ്റോ വികാസം കൂടുതൽ കിഴക്കോട്ട് ഇങ്ങനെ നീങ്ങാൻ തുടങ്ങി. ഇപ്പൊ ഈ നാറ്റോയുടെ ഈസ്റ്റേൺ ഫ്ലാങ്ക് എന്ന് പറഞ്ഞാൽ ഈ ബാൾട്ടിക് രാജ്യങ്ങൾ, പോളണ്ട്, അതിന്റെ അതിർത്തിയോട് ചേർന്ന രാജ്യങ്ങൾ, മാത്രമല്ല റഷ്യയുടെ ഏറ്റവും വലിയ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളും ഇവയാണ്. ഇപ്പോൾ റഷ്യ അടുത്തിടെ ഈ ഡ്രോണുകൾ 19 ഡ്രോണുകൾ, മൊത്തത്തിൽ 23 ഡ്രോണുകൾ അയച്ചു, 4 ന്യൂട്രലൈസ് ചെയ്തു. എന്നാൽ ഇപ്പോഴും അവർ പറയുന്നത് വീണ്ടും ഒരുപാട് ഡ്രോണുകളെ ഞങ്ങളെ കൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ്. ഒരുപാട് കാറുകളെല്ലാം ഇത് തകർത്തിട്ടുണ്ട്. ഒരുപാടിടങ്ങളിൽ ഇതിന്റെ പ്രത്യാഘാതം സംഭവിച്ചിട്ടുണ്ട് എന്ന് ചില വാർത്തകൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇത് റഷ്യ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തത് എന്നും പറയുന്നു. അതിനുള്ള കാരണങ്ങൾ എന്താണെന്നും പറയാം. ഈ സംഭവത്തെക്കുറിച്ചുള്ള റിയാക്ഷൻസ് ലോക നേതാക്കളെല്ലാം പറയുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനിലുള്ള നേതാക്കന്മാരിൽ നിന്നും വളരെ ഹെവിയായി തന്നെ വരുന്നുണ്ട്. കാരണം ഇത് അത്ര വലിയ സെൻസിറ്റീവായ ഒരു വിഷയമാണ്. നാറ്റോ എയർ സ്പേസിനുള്ളിൽ റഷ്യൻ ഡ്രോണുകൾ കടക്കുക എന്നത് തന്നെ ഒരു ആക്രമണാത്മകമായ പ്രവൃത്തിയാണ്. എന്നാൽ യൂറോപ്യൻ യൂണിയനിലെ നേതാക്കന്മാർ ഒരുപടി മുകളിലേക്ക് ചെന്ന് മറ്റൊരു രീതിയിൽ ഇതിനെ പറയാൻ തുടങ്ങി. അവർ പറയുന്ന കാരണങ്ങൾ, ഇതിനു മുൻപ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഒരുപാട് തവണ പോളണ്ട് എയർ സ്പേസിന് തൊട്ടടുത്ത് ഡ്രോണുകൾ പറന്നിട്ടുണ്ട്. ചില സമയങ്ങളിൽ ഈ പ്രൊജക്ടൈൽസ് നാറ്റോ എയർ സ്പേസിനുള്ളിലേക്ക് കടന്നിട്ടുണ്ട്. അതിനുശേഷം വളരെ കുറഞ്ഞ എണ്ണം, ഒരു പ്രൊജക്ടൈൽ, 2 എണ്ണം, ഇങ്ങനെ മാത്രമേ വന്നിട്ടുള്ളൂ. മിനിമം എണ്ണം മാത്രമേ അകത്തേക്ക് വന്നിട്ടുള്ളൂ. എന്നാൽ ഡബിൾ ഡിജിറ്റിൽ അകത്തേക്ക് കടന്നത് ഇത് ആദ്യത്തെ തവണയാണ്. അതും അകത്തേക്ക് കടന്ന ഡ്രോണുകൾ സാധാരണ അതിർത്തിയോട് ചേർന്ന് മാത്രമല്ല പറന്നത്, അല്ലെങ്കിൽ അതിർത്തിയോട് ചേർന്ന് ക്രാഷ് ആയിട്ടില്ല. 150 കിലോമീറ്റർ, 250 കിലോമീറ്റർ വരെയും ചില ഡ്രോണുകൾ അകത്തേക്ക് ട്രാവൽ ചെയ്ത് പോയിട്ടുണ്ട്. ഇതിനേക്കാൾ ഹൈലൈറ്റ് ആയ മറ്റൊരു കാര്യം, ഈ 250 കിലോമീറ്റർ ട്രാവൽ ചെയ്ത ഈ ഡ്രോണുകളെ പോളണ്ടിനെ കൊണ്ട് ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇതാണ് ഇവിടെ ഉള്ളൊരു വലിയ പ്രശ്നം തന്നെ. ഇപ്പോൾ ഈ നാറ്റോയുടെ സ്റ്റാൻഡ് നോക്കിയാൽ നിങ്ങൾക്ക് എത്ര വലിയ ഡിഫൻസ് നൽകിയിട്ടുണ്ട്, എത്ര വലിയ മിസൈൽ ഡിഫൻസ് സിസ്റ്റംസ് ഒക്കെ നൽകിയിട്ടുണ്ട്, എത്ര റഡാർസ് നൽകിയിട്ടുണ്ട്. എന്നിട്ട് കൂടിയും എന്തുകൊണ്ട് നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല? ഇങ്ങനെയാണ് നാറ്റോ രാജ്യങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ചോദ്യം വരുന്നത്. ഈ ലാറ്റ്വിയ, ലിത്വേനിയ പോലെ രാജ്യങ്ങൾക്ക് സെക്യൂരിറ്റി അത്രത്തോളം ഇല്ല. സെക്യൂരിറ്റി ഉണ്ട്, എന്നാൽ പോളണ്ടുമായി കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പോളണ്ടിലുള്ള നാറ്റോ റിസോഴ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ പക്കൽ ഒന്നുമില്ല. അത്രത്തോളം റേഷ്യോ ഉണ്ട്. അങ്ങനെ നോക്കിയാൽ പോളണ്ടിനെ കൊണ്ടുപോലും ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നാളെ ഒരു കാലത്ത് റഷ്യ തീർച്ചയായും ബാൾട്ടിക് രാജ്യങ്ങളിലേക്ക് വരും. തങ്ങളെ ആക്രമിക്കുമെന്ന് ലാറ്റ്വിയ, ലിത്വേനിയയ്ക്കൊക്കെ അറിയാം. അപ്പോൾ പിന്നെ എന്റെ സെക്യൂരിറ്റിക്ക് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്റെ സെക്യൂരിറ്റിക്ക് നിങ്ങളെ കൊണ്ട് എന്ത് ഗ്യാരണ്ടി നൽകാൻ കഴിയുമെന്നാണ് ഇപ്പോൾ നാറ്റോയെ നോക്കി ഇവർ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയത്. മാത്രവുമല്ല, ഈ ഡ്രോൺ വയലേഷൻ എന്നത് റഷ്യ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തത്. അതും അകത്തേക്ക് അയച്ചതിൽ 4 മാത്രമാണ് വാർഹെഡോടുകൂടി പോയത്. ബാക്കി എല്ലാം തന്നെ ജെറാന്റെ ഡ്യൂപ്ലിക്കേറ്റ് വേർഷൻ ആയിട്ടുള്ള റഷ്യയുടെ കാർബോ ഡ്രോൺസ് ആണ് അകത്തേക്ക് പോയത്. ഇത് വളരെ ഡമ്മി ഡ്രോൺസ് ആണ്. കാരണം അകത്തേക്ക് ഒരു 40-50 ഡ്രോണിനെ ടാർഗറ്റ് ഡ്രോൺസ് അകത്തേക്ക് അയച്ചാൽ കൂടെ തന്നെ ഒരു 10-15 വാർഹെഡുള്ള ഡ്രോൺസ് അയച്ചാൽ മാത്രം മതി. കാരണം എയർ ഡിഫൻസ് സിസ്റ്റം തന്നെ അവിടെ കൺഫ്യൂസ് ആയി പോകും. പിന്നീട് ഏതാണ് യഥാർത്ഥ ഡ്രോൺ, ഏതാണ് ഡീകോയ് ഡ്രോൺ,
ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയാതെ കൺഫ്യൂസ് ആയി പോകും. അങ്ങനെ കൺഫ്യൂസ് ആയി ടാർഗറ്റ് ഡ്രോൺസിനെ എല്ലാം ന്യൂട്രലൈസ് ചെയ്യുകയും ആക്ച്വൽ റീസൺ വേണ്ടി അകത്തേക്ക് പോയ യഥാർത്ഥ ഡ്രോൺസ് ഒക്കെ ടാർഗറ്റിനെ ഫൈൻഡ് ചെയ്ത് ആക്രമിക്കുകയും ചെയ്യും. അപ്പോൾ പോളണ്ടിന്റെ ഒരു റിയാക്ഷൻ ടൈം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് റഷ്യ ഡ്രോണുകൾ അകത്തേക്ക് അയച്ചതെന്നും പറയുന്നു. കാരണം അതിൻ്റെ ഫ്ലൈറ്റ് പാത്ത്, അകത്തേക്ക് വന്ന വേഗത, അകത്തേക്ക് വന്ന ദിശ, ഇതൊന്നും ഉക്രൈനുമായി കണക്ട് ആകുന്നില്ല. ഇത് പോളണ്ടിലേക്ക് തന്നെ അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു സംഭവം എന്നാണ് പോളണ്ടിന്റെ വാദം. ഇനി ട്രംപ് പറയുന്നത് അദ്ദേഹം ഒറ്റ വാക്കിൽ പറഞ്ഞു, ഇല്ലില്ല, പുടിൻ പോളണ്ടിനെ അറിഞ്ഞുകൊണ്ട് ആക്രമിക്കാൻ ശ്രമിക്കില്ല. കാരണം നാറ്റോ എത്രത്തോളം പവർഫുള്ളാണ്, അല്ലെങ്കിൽ നാറ്റോ കാരണം എത്രത്തോളം റെസ്പോൺസ് നൽകാൻ കഴിയുമെന്നുള്ളത് അദ്ദേഹത്തിന് നന്നായി തന്നെ അറിയാം. മിസ്റ്റേക്ക്, ഈ ഒരു വാക്കാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. പുടിൻ മിസ്റ്റേക്കൻലി ഈ ഒരു ഡ്രോൺസ് പോളണ്ടിനുള്ളിലേക്ക് ഫയർ ചെയ്തിട്ടുണ്ടാകാം, അവർ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ടാകില്ല, അറിയാതെ ഡ്രോണുകൾ അകത്തേക്ക് വന്നിട്ടുണ്ടാകുമെന്ന് സിമ്പിളായി അവസാനിപ്പിച്ചു. വാസ്തവത്തിൽ അമേരിക്ക വലിയ രീതിയിൽ ഇതിനോട് പ്രതികരിക്കേണ്ടതായിരുന്നു. ധാരാളം ഡ്രോണുകൾ അകത്തേക്ക് വന്നിട്ടുണ്ട്, ഇത് കാരണം കാഷ്വാലിറ്റീസ് ഒന്നും തന്നെ ഇല്ല. പക്ഷെ അതൊരു പ്രശ്നമല്ല. കാഷ്വാലിറ്റീസ് കൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ വീണ്ടും വലിയ പ്രശ്നമാകുമായിരുന്നു. ഇത്രയധികം ഡ്രോണുകൾ നാറ്റോ എയർ സ്പേസിനുള്ളിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു ടെസ്റ്റ് തന്നെയാണ്. നാറ്റോ റിയാക്ഷൻ ടൈമിന് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെയും സംഭവിച്ചത്. ഇപ്പോൾ പോളണ്ട് ഒറ്റവാക്കിൽ പറഞ്ഞത് ആർട്ടിക്കിൾ 4 ഇൻവോക്ക് ചെയ്യുക. എനിക്ക് സെക്യൂരിറ്റി സ്പെൻഡിംഗ് ആയ നാറ്റോ ബജറ്റിൽ നിന്നും 28% എങ്കിലും എനിക്കിനി വേണം. എയർ ഡിഫൻസ് സിസ്റ്റം വേണം. ഈ എയർ ഡിഫൻസ് സിസ്റ്റം മാത്രമല്ല, ആന്റി ഡ്രോൺ സിസ്റ്റവും ആവശ്യമാണ്. ഡ്രോൺ വിരുദ്ധ സംവിധാനങ്ങളൊക്കെ വേണം. ഭാവിയിൽ ഈ ഡ്രോണുകളെ കേന്ദ്രീകരിച്ചാണ് യുദ്ധം സംഭവിക്കാൻ പോകുന്നത്. അതിനാൽ അവയെല്ലാം തടയാൻ എനിക്ക് ആന്റി ഡ്രോൺ സിസ്റ്റം വേണമെന്നും പറഞ്ഞു. ഇതിനകം തന്നെ നാറ്റോ രാജ്യങ്ങളിൽ കൂടുതൽ വ്യോമ പ്രതിരോധ സംവിധാനമുള്ള ഒരു മേഖലയാണ് പോളണ്ട്. പക്ഷെ എനിക്കതൊന്നും പര്യാപ്തമല്ല, വീണ്ടും കൂടുതൽ വേണമെന്നുള്ളൊരു വലിയ റിക്വസ്റ്റ് നൽകിയിട്ടുണ്ട്. ശരി, പോളണ്ടിൽ ഇങ്ങനെയെല്ലാം സംഭവിച്ചു. ഇതിനിടയിൽ ഒരു 40,000 സൈനികരെ വിന്യസിപ്പിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നല്ലോ. അതിനും ഇതിനും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ബന്ധമുണ്ട്. റഷ്യ ഇപ്പോൾ സെബ 2025 എന്ന ഒരു പ്രധാനപ്പെട്ട മിലിറ്ററി ഡ്രിൽ അല്ലെങ്കിൽ വാർ ഗെയിം കണ്ടക്ട് ചെയ്യുകയാണ്. ബെലാറസുമായി ചേർന്ന് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരുപാട് രാജ്യങ്ങൾ ഇവിടെ സന്ദർശിക്കാനും പോകുന്നുണ്ട്. അതിൽ നമ്മുടെ ഇന്ത്യയും ഉണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വളരെ വിശദമായി സംസാരിക്കാം. കാരണം ഇത് അത്ര പ്രധാനപ്പെട്ട ഒരു എക്സസൈസായി മാറിയിരിക്കുകയാണ്. 2022 റഷ്യയുടെ ഈ അധിനിവേശം ആരംഭിച്ചു. എന്നാൽ അതിനു മുൻപ് 2021 അവസാനമായി ഇങ്ങനെ ഒരു എക്സസൈസ് നടന്നത്. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു എക്സസൈസ് നടക്കുകയാണ്. അതും വലിയ രീതിയിൽ നടക്കുകയാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വളരെ ഡീറ്റെയിൽഡായി സംസാരിക്കാം. ഇപ്പോൾ ഈ എക്സസൈസിന്റെ കാരണം കാണിച്ച് ഇവർ ചെയ്തിരിക്കുന്നത്, അവർ അത്രയേറെ സൈനികരെ അകത്തേക്ക് കൊണ്ടുവരികയാണ്. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അവർ അത്രയേറെ സൈനികരെയും തിരികെ നമ്മുടെ നാട്ടിലേക്ക് അയച്ച് നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അവർ സെക്യൂരിറ്റി ടൈറ്റ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ സെക്യൂരിറ്റി ടൈറ്റ് ചെയ്യണം. അതുകൊണ്ട് ഈ 40,000 സൈനികരെ കൊണ്ടുവന്ന് ബാൾട്ടിക് രാജ്യങ്ങളുടെ അതിർത്തിയിലും പോളണ്ട് രാജ്യത്തിന്റെ അതിർത്തിയിലും നിർത്തിയിട്ടുണ്ട്. ഈ എക്സസൈസ് സെപ്റ്റംബർ മാസം 12 ആരംഭിച്ചു. അങ്ങനെ എക്സസൈസ് ആരംഭിച്ചതും പോളണ്ട് അവരുടെ അതിർത്തി ക്ലോസ് ചെയ്തു. ഈ എക്സസൈസ് തുടങ്ങുന്ന അന്ന് മുതൽ അവസാനിക്കുന്ന 16 വരെയും ക്ലോസ് ആയിരിക്കും. 4 ദിവസത്തെ ഒരു വലിയ ഡ്രില്ലായി, വാർ ഗെയിമായി ഇത് സംഭവിക്കുന്നുണ്ട്. ഈ 4 ദിവസത്തേക്ക് ബെലാറസോട് ചേർന്നുള്ള പോളണ്ട് അതിർത്തി പൂർണ്ണമായും ക്ലോസ് ചെയ്തിട്ടുണ്ടാകും. കൂടാതെ ഹൈ ലെവൽ അലേർട്ടായിട്ടുള്ള യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്. അതിർത്തിയോട് ചേർന്നുള്ള ഗ്രാമങ്ങളും നഗരങ്ങളും എല്ലാം വളരെ ഉയർന്ന ജാഗ്രത പാലിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ഭയപ്പെടാൻ കാരണം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തിന് മുൻപായിരുന്നു ഇങ്ങനെ ഒരു എക്സസൈസ് നടത്തിയിരുന്നത്. ഇപ്പോൾ വീണ്ടും അതുപോലൊരു ഡ്രില്ല് നടക്കുകയാണ്. ഒരു പ്രത്യേക എണ്ണം സൈനികരെ കൊണ്ടുവന്ന് നിർത്തുകയാണ്. എന്നിട്ട് പെട്ടെന്ന് ഈ സുവാൽക്കി ഗ്യാപ്പ് ലക്ഷ്യമിടാൻ തുടങ്ങുകയാണെങ്കിൽ ബാൾട്ടിക് രാജ്യം മുഴുവനും കട്ടാകും. ഈ കലിനിൻഗ്രാഡ് എന്നത് ഒരു ചെറിയ പ്രദേശമാണ്. ഈ ബാൾട്ടിക് കടലിനെയും റഷ്യയുടെ മെയിൻലാൻഡിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ ഗ്യാപ്പാണ് ഈ സുവാൽക്കി ഗ്യാപ്പ്. ഇത് റഷ്യക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഇതില്ലാത്ത പക്ഷം അവർക്ക് കലിനിൻഗ്രാഡിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ കടൽ മുഴുവനും ചുറ്റിക്കറങ്ങി വരേണ്ടി വരും. ഇപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഇവർ ആക്സസ് ചെയ്യുകയാണെങ്കിൽ, ഈ 3 രാജ്യങ്ങളുടെ അതിർത്തിയിലുള്ള ഈ ഗ്യാപ്പ് ആക്സസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു ലാൻഡ് ലോക്ക്ഡ് കോറിഡോർ ലഭിക്കും. ആ ലാൻഡ് കോറിഡോർ ലഭിക്കുന്നത് വലിയ കാര്യമല്ല. റഷ്യ ഇത് പിടിച്ചെടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ബാൾട്ടിക് രാജ്യങ്ങൾ, ലാറ്റ്വിയ, ലിത്വേനിയ, ആർക്കും തന്നെ മറ്റ് രാജ്യങ്ങളുമായി ഒരു ആക്സസ് ലഭിക്കില്ല. നാറ്റോ ഇതിനുശേഷം റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ നാറ്റോയ്ക്ക് ഒരു വലിയ പ്രതികരണം നൽകണമെന്നുണ്ടെങ്കിൽ കൂടിയും ഈ ഗ്യാപ്പില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കടൽ വഴി മാത്രമേ അവർക്കുള്ളൊരു ആക്സസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ 2021 ശേഷം ഒരു 4 വർഷങ്ങൾക്ക് ശേഷം റഷ്യ വീണ്ടും ഇങ്ങനൊരു എക്സസൈസ് നടത്തുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംസാര വിഷയമായി മാറിയിരിക്കുകയാണ്. നാറ്റോയുടെ ഈസ്റ്റേൺ ഫ്ലാങ്കിലുള്ള രാജ്യങ്ങൾക്ക്
ഇത് ഒരു വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. കൂടാതെ ഡ്രോൺ സംഭവം നാറ്റോയ്ക്കുള്ളിൽ പുതിയൊരു പ്രശ്നം സൃഷ്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ടെസ്റ്റിങ്ങിന് വേണ്ടി റഷ്യ അയച്ചതായി രാജ്യങ്ങളെല്ലാം പറയുന്നു. മറ്റൊരു വശത്ത് ട്രംപ് പറയുന്നത് ഇല്ല, അവർ അറിയാതെ അയച്ചതായാണ് പറയുന്നത്. ഞങ്ങളുടെ സെക്യൂരിറ്റിക്ക് ഞങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്ന് നാറ്റോയ്ക്കുള്ളിൽ തന്നെ ഒരു സംസാരം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ്. തീർച്ചയായും റഷ്യ ഇത് അറിയാതെ ചെയ്തിരിക്കാനുള്ള സാധ്യതയില്ല. കാരണം ഒരു ഗ്രൂപ്പ് ഓഫ് ഡ്രോൺസ് അകത്തേക്ക് പോവുകയാണെങ്കിൽ എല്ലാം ഡീകോയ് ഡ്രോൺസ് അകത്തേക്ക് പോകാൻ സാധ്യതയില്ല. എന്നിട്ട് പോലും റഷ്യ ഇത് ചെയ്തു എന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഒരു റിയാക്ഷൻ ടൈം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുണ്ടാകാം. കാരണം അടുത്തിടെ നോക്കിയാൽ റഷ്യയുടെ ഒരുപാട് എയർക്രാഫ്റ്റ്സ് തന്നെ നാറ്റോയുടെ എയർ സ്പേസ് വയലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ തുടർന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് കമൻറ്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കിയ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.